ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേന്ത്രപ്പഴം ഒരു 3 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർത്തിട്ട് നന്നായി കലക്കി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 4 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി. അത് വെള്ളം ഒഴിച്ചിട്ട് അതും കലക്കി വെക്കുക. നന്നായി കലക്കി വെക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ഈ അരച്ച മാവ് അതിലേക്ക് ഒഴിക്കുക. ശേഷം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 3 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് നന്നായി ഇളക്കുക. ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് കോൺഫ്ലവറിൻ്റെ പൊടി കലക്കി വെച്ച മാവ് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ച് ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് നന്നായി വേറിട്ട് നല്ല തിക്കായി നല്ല കുറുകി നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് വാങ്ങി വെക്കാം. എന്നിട്ട് കുറച്ച് ബ്രെഡോ കേക്കോ ബിസ്ക്കറ്റോ പൊടിച്ചിട്ട് ഇതുപോലെ പൊടിയാക്കി മാറ്റുക. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലാത്ത കാരണം ബിസ്ക്കറ്റാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അത് പൊടിച്ചിട്ട് ഇതുപോലെ പരത്തി അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചട്ടകം കൊണ്ട് നന്നായി ഇതേപോലെ പരത്തുക. ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഹോർലിക്സിൻ്റെ പൊടി വിതറാം. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് തലാജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഇപ്പം നല്ല കളറും നന്നായി ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് തട്ടി മുറിച്ചെടുക്കാം. ശേഷം ബാക്കി വന്ന കേക്ക് പൊടിയിൽ നമുക്ക് മുറിച്ച് വെച്ച കഷ്ണങ്ങൾ മുക്കിയെടുത്ത് വെക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. നേന്ത്രപ്പഴം വളരെ ഹെൽത്തിയാണ്, സുലഭമായി കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.